ഹായ്, ഇന്ന് നമ്മൾ 2022 ക്വസ്റ്റ്യൻ പേപ്പർ അതിൽ നിന്ന് അരിത്തമെറ്റിക് സീക്വൻസിൽ ചോദിച്ച ചോദ്യങ്ങൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒറ്റ മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് 3, 7, 11? വെരി ടഫ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ഡി ആണ് കണ്ടുപിടിക്കേണ്ട. സോ ഡി കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? 7 - 3 4 അതിന്റെ ഡി. സോ ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 11ാമത്തെ ക്വസ്റ്റ്യൻ. 11ാമത്തെ ക്വസ്റ്റ്യൻ ഇത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ 2 മാർക്ക്. 5, 8, 11 എക്സെട്ര. വാട്ട് ഈസ് ദ 20th ടേം? ഇതിന്റെ x20 വേണം. അതേപോലെ തന്നെ ഇതിന്റെ ഓൾജിബ്ര എക്സ്പ്രഷനും വേണം. ഇതിന്റെ xn വേണം. അപ്പൊ നിങ്ങൾ 20ാമത്തെ ടേം കണ്ടുപിടിച്ചിട്ട് പിന്നെ xn കണ്ടുപിടിക്കുന്നതിന് എനിക്ക് എളുപ്പം. ഞാൻ നോക്കിയിട്ട് നിങ്ങൾ xn കണ്ടുപിടിക്കുക, അതിനകത്ത് 20 കൊടുത്താൽ മതി. സോ xn പറഞ്ഞ f = 5 ആണ്. d = 8 - 5. 8 - 5 d = 3. സോ xn വേണം. xn വേണ്ടത് എങ്ങനെയായിരുന്നു? d എത്രയായിരുന്നു? d എത്രയാ? 3. 3 എന്ത് കൊടുക്കുക? n കൊടുക്കുക. 3n പ്ലസ് 3ന്റെ കൂടെ എത്ര കൂട്ടിയാൽ f ആയ 5 കിട്ടും? 2 കൂട്ടിയാൽ കിട്ടും. സോ xn = 3n + 2. ഇനി അടുത്ത x20 വേണം. സോ x20 വേണമെന്നുണ്ടെങ്കിൽ 3 × n സ്ഥാനത്ത് ആരെ കൊടുത്താൽ മതി? 20 + 2 3 × 20 60. 60 + 2 62. സോ ഇങ്ങനെ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ f + 19d ആ ഇക്വേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് 20ാമത്തെ ടൈം കണ്ടുപിടിച്ചതിന് ശേഷം പിന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? xn കണ്ടുപിടിക്കാം. എന്താണെങ്കിലും ചെയ്യാൻ കുഴപ്പമില്ല. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. 16ാമത്തെ ക്വസ്റ്റ്യൻ 16. ഇവിടെ തന്നിരിക്കുന്നത് ഒരു ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് xn sn തന്നിട്ടുണ്ട്. xn അല്ല sn തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് n² + n. ഇതിന്റെ ഫസ്റ്റ് ടേം ചോദിച്ചിട്ടുണ്ട്, സം ഓഫ് ഫസ്റ്റ് ടേം ചോദിച്ചിട്ടുണ്ട്. സോ ഒന്നുമില്ല, നിങ്ങൾ ഇതിനെ n² + n കൊടുത്ത് ഇവിടെ ഒരു 1 കാണാം, ഇവിടെ എന്ത് കാണാം? ഒരു 1 കാണാം. സോ f കിട്ടണം. എന്ത് ചെയ്താൽ മതി? ഇവ രണ്ടും കൂട്ടിയാൽ മതി. സോ 1 + 1 = 2. ഇതാണ് ഇതിന്റെ f എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അപ്പൊ f = 2. ഇനി ഇതിന്റെ സം ഓഫ് ഫസ്റ്റ് ടേം വേണം, s10 വേണം. എന്റെ സ്ഥാനത്ത് ആരെ കൊടുത്താൽ മതി? 10നെ കൊടുത്താൽ മതി. എന്റെ സ്ഥാനത്ത് 10നെ കൊടുത്ത്. സോ അപ്പൊ 10ന്റെ സ്ക്വയർ പ്ലസ് 10. 10ന്റെ സ്ക്വയർ 100. 100 + 10 110. സോ 10 ടേമുള്ള സം എന്ന് പറയുന്നത് 110. അത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അടുത്തത് ഒരു 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 6, 10, 14 എക്സെട്ര എക്സെട്ര എക്സെട്ര. ഇറ്റ്സ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 15 ടേംസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ്. 4 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് f ഉണ്ട്. f = 6. d എന്ന് പറയുന്നത് 10 - 6 4. n എന്ന് പറയുന്നത് എത്രയാണ്? ആദ്യത്തെ 15 ടൈംസ് അല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ n = 15. 4 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കുറച്ച് സ്റ്റെപ്പ് ഒക്കെ കാണിച്ചേക്കാം. 4 മാർക്ക് കിട്ടണ്ടേ? സോ അപ്പൊ s15 = n/2 × 2f + n - 1 × d. നമുക്ക് 15ാമത്തെ ടേം കണ്ടുപിടിച്ചിട്ടാണെങ്കിൽ ഈ ഇക്വേഷൻ അല്ല മറ്റേ x1 + xn ഉപയോഗിക്കാം. 15ാമത്തെ ടേം അറിയാത്തതുകൊണ്ട് നമ്മൾ ഇത് ചെയ്യും. എന്റെ സ്ഥാനത്ത് 15/2 × 2 × f ന്റെ വാല്യൂ എത്രയായിരുന്നു? 6 + n - 1. 15 - 1 14 × d എത്രയായിരുന്നു? 4. സോ 15/2 × 6 × 2 12 + 14 × 4 16 6 ശിഷ്ടം 1 4 4 1 5 56. സോ 15/2 × കുട്ടിയെ 6 2 8 6. ഇനി ഈ രണ്ടും ഇതും കൂടി വെട്ടാം. അപ്പൊ 3 4 കിട്ടും. സോ 15 × 34 എത്രയാണോ അത്രയുമാണ് അതിന്റെ ആൻസർ. അത് കുറിച്ച് നോക്കിയാൽ മതി, അതിന്റെ ആൻസർ കിട്ടും. അടുത്ത വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് ടേം ആൻഡ് 16th ടേം? അപ്പൊ എന്ത് വേണം? 16ാമത്തെ ടേം വേണം. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഇതിന്റെ എത്രാമത്തെ ടേം കണ്ടുപിടിക്കാം? 16ാമത്തെ. സോ x16 = ഇക്വേഷൻ എന്താ? f + 15d. സോ x16 = f ന്റെ വാല്യൂ എത്രയായിരുന്നു? 6 + 15 × d യുടെ വാല്യൂ എത്രയായിരുന്നു? 4. സോ 6 + 15 × 4 60. സോ 6 + 60 എത്രയാണ്? 66. x16 = 66. അവർ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫസ്റ്റ് ടേം ആൻഡ് 16th ടേം. അപ്പോ x16 നിന്നും ആരെ കുറയ്ക്കണം? ഫസ്റ്റ് ടേമിനെ കുറയ്ക്കണം. സോ 16 - ഫസ്റ്റ് ടേം ആരായിരുന്നു? 6. ദാറ്റ് ഈസ് = 60. Find the difference between sum of first 15 terms and sum of next 15 terms. ഇത് 2 മാർക്കിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്.
അപ്പൊ ഈ കണക്ക് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഇപ്പൊ നമ്മൾ ആദ്യത്തെ 15 ടേം കണ്ടുപിടിച്ചിട്ടുണ്ട്, അടുത്തൊരു 15 ടേമുകളുടെ സം കണ്ടുപിടിച്ച് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എളുപ്പം ചെയ്യാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇറ്റ് ഈസ് n സ്ക്വയർ ഡി. n സ്ക്വയർ ഡി, n എന്ന് പറയുന്നത് 15 അല്ലേ പറഞ്ഞിരിക്കുന്ന. സോ 15ന്റെ സ്ക്വയർ ഇൻറ്റു ഡി എത്രയായിരുന്നു അവനെ 4. സോ 15ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 225 ഇൻറ്റു എത്രയായിരുന്നു 4. സോ 225ന്റെ 4 എന്ന് പറയുന്നത് 900. ഇതായിരിക്കും അതിന്റെ ആൻസർ. പക്ഷെ ഇത് സിമ്പിൾ മെത്തേഡ് ആണ്, എളുപ്പ മെത്തേഡ് ആണ്. 2 മാർക്കിൽ ചോദിച്ചിരിക്കുന്നതായതുകൊണ്ട് നമുക്കിത് കുറച്ചുകൂടി ഒന്ന് ചെയ്ത് കാണിക്കാം. അപ്പൊ ചെയ്യാൻ മടിയുള്ളവർക്ക് ഇത്രയും ചെയ്ത് വെച്ചാലും മതി. ചിലപ്പോൾ സിമ്പിൾ മെത്തേഡ് ആണ്, ചിലപ്പോൾ 1 മാർക്ക് 2 മാർക്ക് 1 മാർക്ക് തരുമായിരിക്കും. ഇനി ഇതിന്റെ അല്ലാതെയുള്ള സാധാരണ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് 6, 10, 14 ഇതിന്റെ ആദ്യത്തെ 15 പേരുടെ സം കണ്ടുപിടിക്കുക. അത് നമ്മൾ ഓൾറെഡി ഇതിന്റെ ഫസ്റ്റ് പാർട്ടി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. 16ാമത്തെ ടൈം നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. 16ാമത്തെ ടൈം. സോ അടുത്ത എക്സ് 30 വരെയുള്ള ടൈം കണ്ടുപിടിക്കുക, ഇവരുടെ സം കണ്ടുപിടിക്കുക, ഇതിൽ നിന്നും ഇവനെ കുറയ്ക്കുക. ഈ ചെയ്തിരിക്കുന്നവരാണ് ഇതും ചെയ്താൽ മതി. പക്ഷെ എനിക്ക് 2 മാർക്കിനുള്ള, അപ്പൊ അത്രയും ചെയ്യേണ്ടി വരത്തില്ലായിരിക്കും. നമ്മുടെ n സ്ക്വയർ ഡി വെച്ച് ചെയ്താലും കുഴപ്പമില്ല. സോ സമയം പോലെ വന്ന് ചെയ്ത് നോക്കുക. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ പേപ്പർ കവർ ചെയ്തിട്ടുണ്ട്. 2023 2022 മെയിൻ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത ചാപ്റ്റർ സർക്കിളാണ്. സർക്കിളും ഇതുപോലെ തന്നെ മെയിൻ കോൺസെപ്റ്റുകളും മെയിൻ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് കാണാം.